നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2022 തിരുവനന്തപുരത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കൊലപാതക കേസായിരുന്നു മനോരമ വധക്കേസ്. കഴിഞ്ഞ ദിവസം മനോരമ വധക്കേസിൽ കോടതി വിധി പറഞ്ഞിരുന്നു. സങ്കടം നിറഞ്ഞ അക്ഷരാർത്ഥം നാടകീയമായ രംഗങ്ങളൊക്കെയാണ് കോടതി മുറിയിൽ നടന്നത്. കേശവദാസപുരം മനോരമ വധക്കേസിൽ പ്രതിയായ ബംഗാൾ സ്വദേശി ആദം അലിക്ക് തിരുവനന്തപുരം കോടതി ജീവപര്യന്തം കടഞ്ഞ തടവും 90,000 രൂപ പിഴയും വിധിച്ച് ഉത്തരവാക്കി. തൊട്ടടുത്ത വീട്ടിലെ ജോലിക്കാരനായിരുന്ന ആദം അലി മനോരമ എന്ന വൃദ്ധയെ കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിലിട്ട കേസിലാണ് വിധി വന്നത്. അതിക്രൂരമായ കൊലപാതകമാണ് 2022 കേശവദാസപുരത്ത് നടന്നത്. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇന്നലെ രാവിലെ കോടതിയിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. താൻ കുറ്റക്കാരനാണ് എന്ന കോടതി കണ്ടെത്തിയതിന് പിന്നാലെ പ്രതിയായ ആദം അലി കോടതി മുറിയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയോടാൻ ശ്രമിച്ചിരുന്നു. കോടതി വളപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇയാളുടെ ശ്രമം ശ്രദ്ധയിൽപ്പെട്ട അഭിഭാഷകരും പോലീസും ഉടൻ തന്നെ ഇയാളെ പിന്തുടർന്നു. തുടർന്ന് ഓടിച്ചിട്ട് പിടികൂടിയ ശേഷമാണ് പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ശിക്ഷാവിധി സംബന്ധിച്ച വാദം നടക്കാനിരിക്കെയാണ് പ്രതിയുടെ ഈ അപ്രതീക്ഷിത നീക്കം ഉണ്ടായത്. കൊലപ്പെടുത്തുമ്പോൾ 21 വയസ്സ് മാത്രമാണ് ബംഗാൾ സ്വദേശിയായ ആദം അലിക്ക് പ്രായം ഉണ്ടായത്. മോഷണം ലക്ഷ്യമിട്ടുള്ള കൊലപാതകമാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട മനോരമയുടെ തൊട്ടടുത്ത വീട്ടിൽ ജോലിക്കായി വന്നതായിരുന്നു ഇയാൾ. പതിവായി മനോരമയുടെ വീട്ടിൽ വെള്ളം കുടിക്കാനായി പോയിരുന്നതിനാൽ പ്രതിക്ക് വീടിനുള്ളിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ സാധിച്ചിരുന്നു. ഈ പരിചയം മുതലെടുത്താണ് ഇയാൾ അതിക്രമം നടത്തിയത്. കൊലപാതകത്തിന് ശേഷം മനോരമയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. കഴുത്ത് ഞെരിച്ചാണ് വൃദ്ധയെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമമാണ് കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളിലൂടെ പുറത്തുവന്നത്. മനോരമയെ വധിച്ച ശേഷം ആദം അലി ഒറ്റയ്ക്കാണ് മൃതദേഹം ചുമന്ന് തൊട്ടടുത്ത പുരയിടത്തിലേക്ക് കൊണ്ടുപോയത്. അവിടെ നിന്ന് കിണറ്റിൻകര വരെ മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പൊങ്ങി വരാതിരിക്കാൻ പ്രതി കാലിൽ കല്ല് ചേർത്ത് കെട്ടിയ ശേഷമാണ് കിണറ്റിലേക്ക് തള്ളിയത്. ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചതോടുകൂടിയാണ് പ്രതിയിലേക്കുള്ള അന്വേഷണം വേഗത്തിലാക്കിയത്. കൊലപാതകത്തിന് ശേഷം ട്രെയിൻ മാർഗം കേരളം വിട്ട പ്രതിയെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് RPF പിടികൂടുകയായിരുന്നു. അത്യന്തം ക്രൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയത് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പിഴത്തുകയായ 90,000 രൂപ കൊല്ലപ്പെട്ട മനോരമയുടെ ആശ്രിതർക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ കൊലപാതകം നടക്കുന്ന സമയം മനോരമയുടെ ഭർത്താവ് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. മക്കളുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ശേഷം മക്കൾ വിളിച്ചപ്പോൾ മനോരമ ഫോൺ എടുക്കാതെ വരുന്നു. ഭർത്താവ് വിളിച്ചപ്പോഴും ഫോൺ എടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ എന്തോ സംശയം തോന്നിയാണ് ഭർത്താവ് ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഒരിടത്തും ഈ മനോരമയെ കണ്ടില്ല. എന്നാൽ അടുക്കളയിൽ പിടിവലി നടന്ന ഒരു സംശയമൊക്കെ തോന്നിയിരുന്നു. അങ്ങനെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ അപ്പുറത്തെ തൊട്ടടുത്തുള്ള പണി നടന്നുകൊണ്ടിരുന്ന വീട്ടിലെ കിണറ്റിനകത്ത് നിന്നും മൃതദേഹം കണ്ടെത്തിയത്. മലയാളി വാർത്ത അടക്കമുള്ള ചാനൽ സംഘം അവിടെ എത്തി കൃത്യമായ റിപ്പോർട്ടിംഗും നടത്തിയിരുന്നു. എന്തായാലും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അത് കാണിക്കാം. എന്തായാലും മനോരമ വധക്കേസിലെ പ്രതി 21ാമത്തെ വയസ്സിലാണ് ഈ കൊടും ക്രൂര കൊലപാതകം നടത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ ഓടിപ്പോവാനൊക്കെ രക്ഷപ്പെട്ടെങ്കിലും പോലീസിന്റെ കൃത്യമായ ഇടപെടൽ പ്രതിയെ പിടികൂടി ജയിലിലേക്ക് തന്നെ കോടതിയിലേക്ക് എത്തിക്കാൻ തന്നെ നടന്നിരുന്നു. എന്തായാലും വിധി കേട്ട് അക്ഷരത്തിൽ പൊട്ടിക്കരയുകയായിരുന്നു ഉറ്റവർ.